ഡാർക്ക് നെറ്റ് വഴി ലഹരി വിൽപ്പന നടത്തിയ കേസിൽ മുഖ്യമന്ത്രി എഡിസൺ പിടിയിലായതിനു പിന്നാലെ ഇടപാടുകാർക്ക് മുന്നറിയിപ്പ് നൽകി ലഹരി കച്ചവടക്കാർ. എല്ലാ വിവരങ്ങളും ഡിലീറ്റ് ചെയ്യാനും ലഹരി പാക്കറ്റുകൾ കത്തിച്ചു കളയാനുമാണ് ഡാർക്ക് നെറ്റിൽ നിർദ്ദേശം നൽകിയത്. ഡാർക്ക് നെറ്റിലെ ട്രെഡ് എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് സന്ദേശം എത്തിയത്. ലഹരി കച്ചവടക്കാർക്കിടയിൽ പ്രചരിക്കുന്ന സന്ദേശത്തിന്റെ തെളിവുകൾ 24-ന് ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. കൊച്ചിയിലെ ശ്യാംകുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ശ്യാം, ഈ ഡാർക്ക് നെറ്റ് വഴിയുള്ള നർക്കോട്ടിക് ഡീലുകാരെ ഓരോന്നായി പിടികൂടിയപ്പോൾ ഇനി അങ്ങോട്ട് പങ്കുകാർ പിടിയിലാവാതിരിക്കാനായിരിക്കും അവരുടെ ഏറ്റവും കടുത്ത ശ്രമം നടക്കുന്നത്. അതിന്റെ മുന്നോടിയായി എല്ലാ തെളിവുകളും നാമാവശേഷമാക്കാൻ കൃത്യമായ സന്ദേശം എത്തുന്നു. അതിനർത്ഥം ഡാർക്ക് നെറ്റ് ഇപ്പോഴും എവിടെയൊക്കെയോ സജീവമായി തുടരുന്നു എന്നല്ലേ ശ്യാം? ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന സംവിധാനം അത് പൂർണ്ണമായും സജീവമായി തന്നെ തുടരുന്നു. അത് ഉപയോഗിച്ച് നിയമവിരുദ്ധമായി ലഹരി കടത്തുകയും മറ്റും ചെയ്യുന്ന ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. അവരാണ് അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുന്നത്. കാരണം NCB അവരിൽ ഒരാളെ പിടികൂടിയപ്പോൾ, എഡിസൺ എന്ന് പറയുന്ന ആളെ പിടികൂടിയപ്പോഴാണ് മറ്റുള്ളവർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിക്കൊണ്ട് അജ്ഞാതനായ ഒരാൾ ഈ ഡാർക്ക് നെറ്റിലെ ഡ്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ മുന്നറിയിപ്പ് സന്ദേശം ഇട്ടിരിക്കുന്നു. അതിൽ തന്നെ പറയുന്നത് കെറ്റാമെലോണിനെ പിടികൂടിയിരിക്കുന്നു, NCB പിടികൂടിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ കൈവശമുള്ള ഈ ഡാർക്ക് നെറ്റിൽ ലോഗിൻ ചെയ്തതും ക്യാഷയുമായിട്ടുള്ള ഡാറ്റകളെല്ലാം നശിപ്പിച്ച് കളയുക, ഈ ലഹരി ഇടപാടിലൂടെ വാങ്ങിയ കവറുകളും സിപ്പ് കോഡുകളും ഒക്കെ കത്തിച്ച് ചാരമാക്കുക എന്ന സന്ദേശമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ സന്ദേശം നൽകിയ ഡ്രെഡ് ആപ്ലിക്കേഷനിൽ നിന്ന് ഈ വിവരം ശേഖരിച്ചതും NCB തന്നെയാണ്. NCBയുടെ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള പരിശ്രമമാണ് ഈ ആപ്ലിക്കേഷനിൽ നുഴഞ്ഞു കയറുകയും ഈ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തത്. ഏതായാലും ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ തന്നെ ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഡാർക്ക് നെറ്റിലൂടെ ലഹരി വാങ്ങിയ ആളുകളെ NCB കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തുടർ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് NCB വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ അറസ്റ്റിലായ 4 പേരെ അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനും NCB നീക്കം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കെറ്റാമെലോൺ എന്ന് പറയുന്ന എഡിസൺ അറസ്റ്റിലായതിന് പിന്നാലെ ഡാർക്ക് നെറ്റിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാവശ്യപ്പെട്ട് ലഹരി കച്ചവടക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സന്ദേശം വരികയും ആ സന്ദേശം NCB കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ശ്യാം, ഈ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന ഡാർക്ക് നെറ്റിലെ ലഹരി കച്ചവടം എന്ന് പറയുന്നത് വലിയ ശൃംഖലയാണ്. അതിന് ഒരുപാട് ഇടപാടുകാരുണ്ടാവും, ഒരുപാട് പങ്കാളികളുണ്ടാവും. ഇപ്പോഴും ഇത്തരത്തിൽ ഈ പറയുന്ന ലഹരി വിറ്റവർക്കും ഇതിൻ്റെ ഇടയിൽ നിന്നവർക്കുമൊക്കെ കൃത്യമായി സന്ദേശം എത്തണമെങ്കിൽ അതിനെ ബാക്കപ്പ് ചെയ്യുന്ന ചില പ്രമുഖർ കൂടി ഇപ്പോഴും സജീവമായി ഇതിന് പിന്നിലുണ്ട് എന്നതല്ലേ? അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഇവരുമായി ലഹരി വാങ്ങിയവർ, ഈ പറയുന്ന ഡാർക്ക് നെറ്റ് വഴി ലഹരി ഇടപാട് നടത്തിയവർ, ലഹരി വീട്ടിലേക്ക് എത്തിച്ചവരിലേക്കടക്കം NCB അന്വേഷണം തുടരുന്നുണ്ടോ? ഇവരുടെയൊക്കെ ഡൊമൈൻ കിട്ടാനും അഡ്രസ്സ് കിട്ടാനും ഒക്കെ വലിയ പ്രതിസന്ധി. സുഹേൽ, ഈ വിവരങ്ങളെല്ലാം കഴിഞ്ഞ 6 മാസത്തിലധികമായി നടത്തിയ അന്വേഷണത്തിൽ NCB ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ലെവൽ 4-ലെത്തിയ എഡിസനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഈ ഡാർക്ക് നെറ്റ് ഉപയോഗിച്ച് കേരളത്തിൽ കച്ചവടം നടത്തുന്ന ആളുകളുടെ വിവരങ്ങൾ ഇതിനകം തന്നെ NCB ശേഖരിച്ചിട്ടുണ്ട്. എഡിസന്റെ തന്നെ ലക്ഷ്യം, എഡിസൺ പറഞ്ഞത് കേരളത്തിൽ നിന്ന് ആരംഭിച്ച് രാജ്യത്ത് വ്യാപിച്ച ഒരു ശൃംഖല, ലഹരിയുടെ ശൃംഖല സൃഷ്ടിക്കുക എന്നതായിരുന്നു. ഇത്തരത്തിൽ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളും കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകുമെന്നും NCB വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഈ സന്ദേശം വന്നതുകൊണ്ട് ലഹരി കച്ചവടക്കാർ രക്ഷപ്പെടില്ല, മറിച്ച് NCB അവരെക്കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ അറസ്റ്റുകളും തുടർ നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് NCB വൃത്തങ്ങൾ നൽകുന്ന സൂചന.